ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വീട്ടമ്മയായ നീതുവിൻ്റെയും പിന്നെ അബിയുടെയും കഥയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കാം. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് മുഷിപ്പിക്കാത്ത കഥയിലേക്ക് പോയാലോ. അപ്പം ഇന്ന് ഞാൻ കഥ പറയുന്നത് നീതുവിൻ്റെ ശബ്ദത്തിലാണ് കേട്ടോ. അപ്പം എല്ലാവരും കേട്ടിരിക്കുക. നീതു ചേച്ചി, ഇനി എപ്പോഴാ ഗിരിയേട്ടൻ വരിക എന്ന് അബി ചോദിക്കുന്ന സമയത്ത് ഞാൻ അവനെ ശ്രദ്ധിച്ചു. എനിക്കറിയില്ല എൻ്റെ കുട്ടാ, 2 ദിവസം എന്നും പറഞ്ഞ് പോയേക്കാം. പിന്നെ ആ ജംഗ്ഷനിലാണെന്നുണ്ടെങ്കിൽ കള്ളുകുടിയന്മാരുടെ ബഹളമാണ്. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് ആക്കി തന്നത്. അതിപ്പം അങ്ങേർക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇങ്ങനെ നടന്നാൽ മതിയല്ലോ എന്ന് ഞാൻ അബിയോട് പറഞ്ഞു. അബിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. അവനും അതൊക്കെ ഒരു സംതൃപ്തിയില്ലായ്മ പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അമ്മാവനായിരുന്നു അബിയെ ഇങ്ങോട്ട് കൊണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അബി ഇന്നോട്ട് എൻ്റെ കൂടെ തന്നെയാണ്. ഇവിടാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ജോലി സ്ഥലവും കാര്യങ്ങളൊക്കെ അടുത്താണ്. പക്ഷേ ചെറുക്കനാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെന്ന്. പിന്നെ ഒരു ജോലി കണ്ടുപിടിക്കുന്നവരെ ഇവിടെ നിന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അതായിരുന്നു ഞാനും അവനും തമ്മിലുള്ള ആ ഒരു ബന്ധം. എടാ, നീ ഭക്ഷണമെല്ലാം കഴിച്ചില്ലേ? നീ കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്. ഞാൻ എന്തെങ്കിലും കുറച്ച് തുണിയും കാര്യങ്ങളും കഴിയിടാനുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ആകെ ഇങ്ങനെ കൊമിഞ്ഞുകൂടി കിടക്കുക. നിന്റെ ഗിരിയേട്ടനാണെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കത്ത് പോലുമില്ല എന്ന് പറയുന്ന സമയത്ത് അവൻ ഓടി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്താ, എന്തു പറ്റി നിനക്ക് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി, ഇവിടുത്തെ ചേച്ചിയുടെ എല്ലാ ജോലികളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണമെന്ന്. അത് എന്തൊക്കെയാലും ചെയ്തു തന്നില്ലെങ്കിൽ മോശമല്ലേ. പെട്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കുട്ട, അതൊന്നും വേണ്ട. അമ്മാവൻ അങ്ങനെ പലതും പറയും. നീ അത് കേട്ടിട്ടാണോ ഇങ്ങനെ തുള്ളാൻ നിൽക്കുന്നത്? നീ ഇപ്പം വളർന്നൊരു ചെറുക്കനല്ലേ, കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ ഇങ്ങനെ തുള്ളാനായിട്ട്. അമ്മാവൻ അങ്ങനെ പലതും പറയും. അതും കേട്ട് ഇങ്ങനെ തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് അതിന് മാത്രമേ നേരം കാണത്തുള്ളൂ എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല ചേച്ചി, അമ്മാവൻ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, എനിക്ക് ചേച്ചിയെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി. അപ്പം തുണിയൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാനും കൂടെ നിന്നോട്ടെ, ചേച്ചിക്കൊരു ഹെൽപ്പ് ആവില്ലേ എന്നവൻ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന സമയത്ത്, വേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തന്നെ ചെയ്തോളാം, അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയല്ലേ എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു, എന്നെങ്കിലും ചേച്ചി എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം. പിന്നെ എനിക്കും പഠിക്കാമല്ലോ ഓരോ കാര്യങ്ങളൊക്കെ. ചേച്ചിയുടെ കൂടെ നിന്ന് പഠിക്കുകയെങ്കിലും ചെയ്യാം, ഒരു ജീവിതാനുഭവം കാര്യങ്ങളൊക്കെ ആയല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ ജീവിതാനുഭവം, ഇതൊക്കെ ജസ്റ്റ് അങ്ങ് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. നീ ഇപ്പോൾ പച്ചക്കറി അരിയാനും കാര്യങ്ങളൊക്കെ നിൻ്റെ അമ്മയുടെ കൂടെ ഒന്ന് പഠിച്ചില്ലേ? അതേ കണക്ക് നിനക്ക് സ്വന്തമായിട്ട് അങ്ങ് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ ചെക്ക. തുണി കഴുകലൊക്കെ നിന്നെ കൊണ്ട് എല്ലാം കഴിയുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ ഉപദേശിച്ച് പറയുന്ന സമയത്തും അവനെൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാലും ചേച്ചി, എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കൂടെ ഒന്ന് പഠിച്ചെടുക്കണമെന്ന്. അതെൻ്റെ ഒരു ആഗ്രഹമായിപ്പോയി. ഞാൻ നിന്നോട്ടെ ചേച്ചി എന്ന് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. എന്നാൽ പിന്നെ നീ എന്തെങ്കിലും കാണിക്കണ്ട ചെക്ക, നിൻ്റെ അടുത്ത് പറഞ്ഞാലും നീ കേൾക്കത്തില്ല, ഒരു വല്ലാത്ത സാധനമാണല്ലോ നീ എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ഞാൻ ഈ കുറുമ്പൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒപ്പം നടന്നു വന്നു. ഞാൻ തുണിയെല്ലാം കൂട്ടി വെക്കുന്നത് ഒരു ചെറിയ കൊട്ടയിലാണ്. അതൊരു തുണിയുടെ കൊട്ടയാണ്. അതുകൊണ്ട് തന്നെ അത് എടുത്തതിന് ശേഷം അതിൽ നിന്ന് മടക്കി വെക്കലാണ് പതിവ്. ഞാൻ ആദ്യം തന്നെ ആ ഒരു കഴുകാനുള്ള തുണിയെല്ലാം തട്ടിയിട്ടു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവനും മുറിയിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ ഓരോ തുണിയും വാരിയെടുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട, നീ ഇവിടെ വെച്ചേരെ, ഞാൻ എടുത്തോണ്ട് വരാം എന്ന് പറയുമ്പോൾ ചെക്കൻ കേൾക്കുന്നില്ല. എല്ലാം ഞാൻ എടുത്തോളാം ചേച്ചി, ഇത് എങ്ങനെ കല്ലിലിട്ട് കഴുകല്ലേ? ഞാൻ പറഞ്ഞു, ആ, അത് തന്നെ. വാഷിംഗ് മെഷീനിലിട്ട് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണവും കാര്യങ്ങളൊക്കെ അങ്ങ് പോകും. പിന്നെ കളർ പോയി കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. അതാ പിന്നെ ഞാൻ കല്ലിലിട്ട് തന്നെ കഴുകുന്നത്. നിന്റെ വീട്ടിലെങ്ങനെയാ ഫുള്ള് വാഷിംഗ് മെഷീനാട്ടോ കഴുകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ തന്നെ പറഞ്ഞു, ഇടയ്ക്ക് ഞാനിങ്ങനെ വാഷിംഗ് മെഷീനിട്ട് കഴുകും. പിന്നെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ അമ്മ ഒന്ന് വഴക്ക് പറയും, എപ്പോഴും അതിനകത്തിട്ട് കഴുകണ്ട, കല്ലിലിട്ട് കഴുകുക, കറണ്ട് ബില്ല് ഇനി വന്നു കഴിഞ്ഞാൽ കൂടുതലാവില്ലേ എന്ന് തന്നെ പറയുന്ന സമയത്ത് ഞാനങ്ങനെ കല്ലിലിട്ട് കഴുകും എന്നവൻ മറുപടി പറഞ്ഞു. അതിനുശേഷം ഞാനും അവനും കൂടെ ആ തുണിയെല്ലാം വാരിയെടുത്തു. ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു കല്ലിൻ്റെ അടുത്തേക്ക് നടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കണം എന്ന് ഒരേ ഒരു വാശിയായിരുന്നു ചെറുക്കന്. അങ്ങനെ കല്ലിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ ഓരോ കാര്യങ്ങളും വെള്ളത്തിൽ മുക്കി വെച്ചു. അപ്പം അവന് വീണ്ടും ഡൗട്ട്, ഇതൊക്കെ എങ്ങനെയാണ് കഴുകുന്നത് ചേച്ചി, ആദ്യം എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ഇതാദ്യം സോപ്പ് പൊടിയിട്ട് വെള്ളത്തിൽ മുക്കി വെക്കുക, ശേഷം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. പിന്നെ സോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഴുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ
തേച്ചൊരച്ച് കഴിയാൻ മതി. അപ്പം തന്നെ അഴുക്കും കാര്യങ്ങളെല്ലാം പൊക്കോളും. ഇത് മാത്രമേ ഉള്ളൂ തുണി കഴുകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവനൊരു ആകാംക്ഷയോടെ എല്ലാം ഇങ്ങനെ നോക്കിക്കണ്ടു. അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുകയാണ് ചെക്കൻ. ഓരോന്നും പഠിക്കാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും അവനുണ്ടെന്ന് എനിക്ക് തോന്നി. ആ ഒരു നിമിഷം എൻ്റെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഞാനിങ്ങനെ സോപ്പിട്ട് വെച്ചു. അപ്പം തന്നെ അടുത്ത് എടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ തന്നെ പറഞ്ഞു, ചേച്ചി എടുക്കണ്ട, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചു. ശേഷം അവനാണ് സോപ്പിട്ടെല്ലാം തന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു. അവൻ നല്ലൊരു ഹെൽപ്പിംഗ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട്. ആ ഒരു നിമിഷം എനിക്ക് വേണ്ടി അവനിങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കാകെ ദയനീയത തോന്നി. ഞാൻ പെട്ടെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട, വെറുതെ ഓരോന്നോരോന്ന് ഇങ്ങനെ. ഞാൻ പഠിക്കുകയല്ലേ ചേച്ചി, ഞാനിതെല്ലാം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ശരിക്കും ജോലിയോട് ഇത്രയും ഇൻട്രസ്റ്റോടെ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ചെക്കൻ്റെ ആ ഒരു കാര്യപ്രാപ്തി കണ്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഇത് മറ്റു പിള്ളേർക്കാർക്കും ഇല്ല. പിന്നെ ഗ്രീഡനാണെങ്കിൽ പിന്നെ പറയും വേണ്ട, ഭർത്താവ് എന്നുള്ളൊരു പേര് മാത്രമുണ്ട്, അല്ലാതെ വേറെ ഒന്നും അതിനെ കൊണ്ടില്ല. ഇതാണെന്നുണ്ടെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കുകയും വേണ്ട, ഒരു വട്ടം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവൻ്റെ റെഡി തന്നെ. അതാണ് അബിയുടെ സ്വഭാവം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു കൗതുകം പോലെ അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞു, ചേച്ചി ഇതൊക്കെ എനിക്ക് ഇഷ്ടമുണ്ടായതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, ചേച്ചി വേറെ ഒന്നും തോന്നണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ നീ നിന്റെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്ന സമയത്ത് അവൻ തന്നെ പറഞ്ഞു, ഞാനങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പോകാറില്ല, പിന്നെ ചേച്ചിക്കായതുകൊണ്ട് മാത്രം ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് പറയുന്ന പോലെ ഞാൻ എപ്പോഴും ചേച്ചിയുടെ കൂടെ ഇങ്ങനെ നിൽക്കാറുണ്ടല്ലോ, അത് തന്നെ. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി, പിന്നെ നീ ആണെന്നുണ്ടെങ്കിൽ ഈ കാണിക്കുന്ന ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അത് എപ്പോഴും ഉള്ളത് നല്ല തന്നെയാണ്, ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടില്ലേ, അത് തന്നെ ഞാൻ അവനോട് പറഞ്ഞു. അങ്ങനെ ആ ഒരു തുണിയും കാര്യങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ സമയത്ത് ഞാൻ അവനോട് തന്നെ പറഞ്ഞു, ഞാൻ ഇനി എടുത്തോളാം എന്ന് പറഞ്ഞ് ബക്കറ്റിൽ കിടക്കുന്ന ഓരോ തുണിയും ഞാനെടുത്ത് കല്ലിലേക്ക് ഇട്ടു. അപ്പം തന്നെ അവനതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അതെല്ലാം അലക്കിയെടുത്ത് ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെച്ചു. ഇനിയുള്ളത് എൻ്റെ കുറച്ച് കുഞ്ഞു തുണികളാണ്. അതെടുത്ത സമയത്ത് തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല ചേച്ചി, ഇത് ഞാൻ കഴുകിത്തരാം, എന്തൊക്കെയായാലും ഇനി കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൻ കഴുകാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, അത് വേണ്ട എൻ്റെ ചെക്ക എന്ന് പറയുമ്പോൾ എല്ലാം നിർബന്ധിച്ചുകൊണ്ട് അവൻ തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ അത് മുറുക്കി വെച്ചു. ശേഷം ടെറസിൽ എൻ്റെ കൂടെ തന്നെ വന്നു. എത്ര നല്ല പയ്യനാണല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. ആ സമയത്ത് അവൻ നടന്ന് കയറുന്ന കണ്ടപ്പോൾ എനിക്ക് ദയനീയത തോന്നി. എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ചെയ്യുന്നതെല്ലാം. അങ്ങനെ സ്റ്റെയറിനകത്തൂടെ പതുക്കെ അവൻ മേളിലോട്ട് കയറി. ശേഷം മേളിലെത്തി ഓരോ കാര്യങ്ങളും വിരിച്ചിടുന്നതും അവൻ തന്നെ. അപ്പം തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പറഞ്ഞു, എല്ലാം നീ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ഒരു ആരാധന എന്ന പോലെ എനിക്ക് തോന്നി, എന്തോ ഒരു പൊങ്ങൽ പോലെ. അപ്പം തന്നെ അവൻ പറഞ്ഞു, ഇതെല്ലാം എനിക്ക് ചെയ്ത് പഠിക്കണമെന്നുള്ള ആകാംക്ഷയുണ്ട് ചേച്ചി, അതുകൊണ്ടല്ലേ ഞാനിതിങ്ങനെ നോക്കിക്കാണുന്നത്. ഞാൻ പറഞ്ഞു, നീ എന്തൊക്കെയായാലും നന്നായിട്ട് തന്നെ വരും, കാരണം നീ നിൻ്റെ സ്വയം കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്, പിന്നെ പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റും ഉണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പം തന്നെ നീ നിൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെ ഒരു ജോലിയും കൂടെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നീ അടിപൊളിയായിരിക്കും. നീ ഇങ്ങനെ ജോലിക്ക് പോകാതൊന്നും ഇരിക്കരുത്, എല്ലാം കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണം, ഞാനല്ലേ പറയുന്നത് എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അപ്പീലൊന്നുമില്ല, ഞാൻ എന്തൊക്കെയായാലും ജോലിക്കും കാര്യങ്ങളൊക്കെ പൊക്കോട്ടിരിക്കും, പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് സമയം കാര്യങ്ങളും വേണം. അവൻ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. ആ ഒരു നിമിഷം ഞാൻ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ സമയം എത്രയാണെന്ന് വെച്ചാൽ എടുത്തോ, യാതൊരു കുഴപ്പമില്ല, പക്ഷേ റിസൾട്ട് വേണം. എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു പവറും കാര്യങ്ങളൊക്കെ നിനക്കുണ്ടായിരിക്കും, അപ്പം നീ അതൊന്നും കളയരുത് എന്ന് മാത്രം ഞാൻ പറയുന്ന സമയത്ത് അവനെല്ലാം മുകളിൽ പോലെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ തുണിയും കാര്യങ്ങളൊക്കെ ടെറസിൻ്റെ മുകളിൽ വിരിച്ചിട്ടതിന് ശേഷം നല്ല വെയിലുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് നോക്കി ശേഷം പതുക്കെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ അവനും എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു. ചേച്ചി ഞാനും കൂടെ വരുന്നുണ്ട് കേട്ടോ, എന്നെയും കൂടെ കൂട്ടണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾ വരുന്നത്. എന്ത് നല്ല പയ്യൻ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഗിരിയേട്ടനൊക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ.
നമുക്കാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യവും വീട്ടിൻ്റെ അടുത്ത് പറയായിരുന്നു, എന്തും ഒരു ഹെൽപ്പൊക്കെ ആയിട്ട് ചെയ്തു തന്നേനെ. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ കൊണ്ട് അത് നടക്കില്ല എന്ന് തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ അഭിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ആവാം, അവനെ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനുള്ള കൊതി കൊണ്ടാവാം ഇതൊക്കെ ഇങ്ങനെ. അല്ലെന്നുണ്ടെങ്കിൽ അവനും പിന്നെ കണക്കായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ തന്നെ അവൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി എന്താ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാനിങ്ങനെ ഓരോന്നിനെ ആലോചിച്ചത്. പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, ചേച്ചി ആലോചിച്ച കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണല്ലേ? ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ആലോചിച്ചാടാ, അല്ലാതെ നിന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയൊന്നുമല്ല. എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവനിങ്ങനെ വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ താഴെ ഇറങ്ങുന്നതിന് ശേഷം ഞാൻ അവരുടെ ചോദിച്ചു, നിനക്ക് ജ്യൂസ് എന്തെങ്കിലും വേണം കുടിക്കാൻ? ഞാൻ എന്തെങ്കിലുമൊക്കെ അടിക്കാൻ പോവാ, നല്ല ദാഹമുണ്ട്. ഇത്രയും നേരം അവിടെ നിന്ന് കുറേ നേരം തുണി കഴുകിയതൊക്കെ അല്ലേ, നല്ല ക്ഷീണമുണ്ട് എനിക്ക്. നിനക്കോ? അപ്പോൾ അവനും പറഞ്ഞു, ആ ചേച്ചി, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. പിന്നെ ചേച്ചിയോടൊന്നും ഞാനങ്ങനെ പറയാഞ്ഞതാണ് ഈ ജ്യൂസും കാര്യങ്ങളൊക്കെ. അതിനെന്താടാ, നീ എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ അടുത്തല്ലേ പറയാ, അല്ലാതെ വേറെ ആരോടാ പറയാ? പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചേച്ചി ഇവിടെ ഇരിക്കേ, ഞാൻ ജ്യൂസ് അടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടാൻ എനിക്ക് തോന്നിയില്ല. ഞാനും കൂടെ അവിടേക്ക് ചെന്നു. അവൻ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊതി കൊണ്ടാണ് അങ്ങോട്ട് പോയത്. പെട്ടെന്ന് തന്നെ അവൻ ഓരോ കാര്യങ്ങൾ എടുത്തു വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെന്താണ്? ഇത് ചേമ്പിട്ടൊരു ജ്യൂസ് അടിച്ചാലോ? പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, നിനക്കെന്താ ഭ്രാന്താണോ? നീ അതൊന്നും യൂസ് ചെയ്യില്ലേ, നിനക്കിതൊന്നും അറിയില്ലേ, ചുമ്മാ ഇങ്ങനെ ചാടിക്കയറി പോയതാണല്ലേ എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചുമ്മാ പറഞ്ഞു ചേച്ചി, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനിങ്ങനെ ചേമ്പിട്ടിട്ട് ജ്യൂസൊക്കെ അടിച്ചിട്ട് തന്നിട്ടുണ്ട്, പക്ഷേ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അയ്യേ എന്നൊക്കെ പറയുന്ന സമയത്ത് അവനിങ്ങനെ ചിരിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ തന്നെ ഒരു ആപ്പിളും പിന്നെ ഓറഞ്ചും കുറച്ചും മുന്തിരിയൊക്കെ എടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മുന്തിരി കണ്ടപ്പോൾ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു, വൈനായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ, ചേച്ചിക്ക് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എനിക്കതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എൻ്റെ കുട്ടാ, ഞാനതൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ, നമുക്കൊരു വൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കളയാം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, വൈൻ ഉണ്ടാക്കി നമുക്ക് കുടിച്ചു നോക്കാം, നിന്റെ വൈൻ എങ്ങനെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷം അവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുന്തിരി ജ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചു. ശേഷം എനിക്കും തന്നു. ഞാനും കുറച്ച് കുടിച്ച് അവനും കൊടുത്തു. അവനും കുടിച്ചതിന് ശേഷം രണ്ടുപേരും ഒന്ന് മത്തായിട്ട് ആ ഒരു സോഫയിൽ വന്നിരുന്നു. നന്നായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ തുണി കഴിയതാണല്ലോ ഇത്രയും നേരം, പിന്നെ ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇരുന്നു സോഫയിൽ തന്നെ. ഫാനിട്ട് ഇരിക്കുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ പെട്ടെന്ന് അവനോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ആ ജ്യൂസ്, കൊള്ളായിരുന്നോ കുടിച്ചിട്ട്? അപ്പോൾ അവൻ പറഞ്ഞു, കുഴപ്പമില്ല, തരക്കേടില്ല എന്ന് മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ അതിനകത്ത് നിനക്ക് പുളിയും എരിവൊക്കെ ഇട്ട് തരണമായിരുന്നോ എന്ന് പറയുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ ചേച്ചി അതൊന്നും മറന്നില്ലല്ലേ, അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ വിചാരിച്ചു ചേച്ചി മറന്നുപോയി കാണുമെന്ന്. മറന്നും പോകാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ചെക്ക ഞാൻ നിന്നോട് ചോദിച്ചത് എന്ന് പറയുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, അല്ല, ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ചേച്ചിക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ തന്നെ ഞാൻ മറുപടി പറഞ്ഞു, അങ്ങനെയൊന്നും എനിക്കിഷ്ടമൊന്നുമല്ല, പിന്നെ ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിന്നോട്. എടാ, നീ എന്നെങ്കിൽ ആ ഒരു ടി വി എന്ന് വെച്ചേ, ഏതെങ്കിലും പരിപാടി ഉണ്ടെന്ന് നോക്കട്ടെ, ആകെപ്പാടെ അങ്ങ് ബോറടിക്കുന്നുണ്ട് എന്ന് ഞാൻ അവനോട് പറയുന്ന സമയത്ത് അവനും പറഞ്ഞു, ആ ചേച്ചി, ചെറിയ ചെറിയ ബോറും കാര്യങ്ങളുണ്ട്, നമുക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് ഫിലിമോ കാര്യങ്ങളൊക്കെ ഇട്ട് കാണാം, അതാണെന്നുണ്ടെങ്കിൽ ഉറക്കം വരത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ചില സമയത്ത് എനിക്ക് മലയാള സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറക്കം വന്നു പോകും. പെട്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലേ എന്ന് പറയുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, അതിനെന്താ ചേച്ചി, അതൊക്കെ പഠിച്ചെടുക്കാനൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളല്ലേ എന്ന് അവൻ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ സമയത്ത് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലടാ, പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ മനസ്സിലാവാത്തൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ ചേച്ചിക്ക് ഒരു സമയത്ത് ഞാൻ തന്നെ പഠിപ്പിച്ചു തരാം ഓരോ കാര്യങ്ങളൊക്കെ. ഇംഗ്ലീഷ് സംസാരിക്കാനും പിടിക്കാനും അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല,
പിന്നെ ആ ഒരു സിനിമയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, നീ എങ്ങനെ പഠിച്ചേ, ഇങ്ങനെ സിനിമ കണ്ടിട്ടാണോ എന്ന് പറയുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, പിന്നെ അല്ലാതെ എങ്ങനെയാ, നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ ചേച്ചി, ചേച്ചിക്കൊന്നും അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം, നിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതേ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ആ സമയം ഞാനങ്ങനെ പറയുന്ന സമയത്ത് തന്നെ അവൻ എൻ്റെ കയ്യിൽ സ്പർശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ചേച്ചി എന്തായാലും കള്ളം പറയരുത്, ചേച്ചിക്ക് എന്തറിയത്തില്ലയോ അത് എന്നോട് ഡയറക്റ്റ് പറയാം, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരും, അത് ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചേച്ചിക്കും ഗുണമാണ് എനിക്കും ഗുണമാണ്, എനിക്കും പറഞ്ഞു തരാം, ചേച്ചിക്ക് അത് കേട്ടിരിക്കാം, അത് തന്നെയല്ലേ നല്ലത് എന്നവൻ ഒരു വലിയൊരു കുട്ടിയെപ്പോലെ എന്നെ ഉപദേശിക്കുന്ന സമയത്ത് ഞാനത് നോക്കി നിന്ന് പോയി. കാരണം അവൻ ഇത്രയും ഒരു കാര്യപ്രാപ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ, നിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെ കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു, നിന്റെ ചിന്താഗതികൾ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചങ്ങനെ ഇരുന്നു. പെട്ടെന്നായിരുന്നു അവനെൻ്റെ അടുത്ത് ചോദിച്ചത്, ഗിരിയേട്ടൻ ചേട്ടൻ എങ്ങനെയാ ചേച്ചിയെടുത്ത്, ആള് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലടാ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, ഞങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ജീവിതം മാത്രം, അത് ഞാനിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴാ ഇങ്ങനെയൊക്കെ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് അവന് ഉപദേശം തന്നു, ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൊണ്ടു നടക്കണ്ട, പിന്നെ ഈ അഡ്ജസ്റ്റ്മെൻ്റ് ജീവിതം അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, അതൊരിക്കൽ എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കും, ചേച്ചി ചേച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, പിന്നെ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സസ് ധരിക്കുക, പിന്നെ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്നൊക്കെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ ആകെ വന്നതിന് ശേഷം ഞാൻ ആകെ ഇട്ടിട്ടുള്ള സാരി അല്ലെന്നുണ്ടെങ്കിൽ ഇതാ ഈ കൂറനൈറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ, പിന്നെ ഗിരിയേട്ടനാണെങ്കിൽ അധികം കാശും കാര്യങ്ങളൊന്നുമില്ലല്ലോ, പൈസയില്ല, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് എടുത്തു തരാം, വേറെ ഒന്നുമല്ല, ചേച്ചി ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരുമെന്ന് അതിൻ്റെ വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്ക് കാര്യമായിട്ട് ഒരു ഇഷ്ടം തോന്നി ഇതൊക്കെ ചെയ്തു തരണം എന്നുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കല്ലേ, അപ്പോൾ ഞാൻ തന്നെ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു തരാം, ചേച്ചി അത് ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് അവൻ്റെ ആ ചോദ്യത്തിൽ ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല, ഞാൻ നോക്കാം എന്ന് മാത്രം പറയുന്ന സമയത്ത് അവൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കാണണം കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എടാ നോക്കാം കേട്ടോ, ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ വലിയ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല, എല്ലാം കുറച്ച് കൂറയൊക്കെ ആണെങ്കിലും അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു എന്ന് മാത്രമേ ഉള്ളൂ, അപ്പം നീ എന്താണ് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ ചെയ്തോളാം എന്ന് ഞാൻ അവനോട് പറഞ്ഞു. പെട്ടെന്ന് അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി, എൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കിയിട്ട് അവൻ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് ആരെങ്കിലും വേറെ കല്യാണം കഴിച്ചിട്ടായിരുന്നോ, പ്രേമിച്ചോ അങ്ങനെ എന്തെങ്കിലും, ചേച്ചിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നോ, ചേച്ചി അങ്ങനെ എന്ത് പറ്റിയതാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് എല്ലാവരുടെയും എന്ന പോലെ തന്നെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ, അപ്പോൾ ഈ അമ്മമാരും വലിയച്ഛന്മാരും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് പ്രേമിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല, പിന്നെ ആകെയുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കല്യാണം നടന്നു കിട്ടിയത്, അത് നിൻ്റെ അമ്മാവനാണ് കൊണ്ടുവന്ന് ഉറപ്പിച്ചത്, പിന്നെ എൻ്റെ അവസ്ഥ ഇങ്ങനെയായി, അതാണ് മോനെ എൻ്റെ അവസ്ഥ, അപ്പം നീ കല്യാണം കഴിയുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കുക, നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കുക, വേറെ ആരും നോക്കില്ല എന്ന് ഞാൻ അവൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു. പെട്ടെന്ന് ഒരു നിമിഷം എല്ലാം കേട്ടതുപോലെ അവനിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിനക്കിനിയും ഭാവിയുണ്ട്, നീ എല്ലാം ആലോചിച്ച് ചെയ്യുക, എല്ലാം നിൻ്റെ കൈകളിലാണ് എന്ന് പറയുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനെന്നെങ്കിൽ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാനൊരു ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്, നീ കുടിച്ചിട്ട് പോയാൽ മതി. വേണ്ട ചേച്ചി, ചേച്ചി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് വയ്യ എന്ന് അവൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. പെട്ടെന്ന് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തോ വല്ലാത്തൊരു ഫീൽ പോലെ, ആരൊക്കെ ഉള്ള പോലൊരു ഫീല്, ഞാനിവിടെ എപ്പോഴും ഒറ്റയ്ക്കല്ലേ, പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇതോ അപ്പുറത്തെ കള്ളുകുടിയന്മാരുടെ പാട്ടിൻ്റെ ലഹരിയും കാര്യങ്ങളൊക്കെ, അതൊക്കെ കേട്ടാണ് ഞാനിങ്ങനെ ഉറങ്ങുന്നത്, അല്ലാതെ എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഒരു ദയനീയ ഭാവത്തോടെ അവൻ ഇവിടുന്ന് എഴുന്നേറ്റു. പെട്ടെന്ന് എൻ്റെ അടുത്ത് ഒന്നും പറയാതെ പുറത്തോട്ടിറങ്ങി. ഞാൻ പോയിട്ട് വരാൻ ചേച്ചി, കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്
ഞാൻ എന്തായാലും പോയിട്ട് വന്നിട്ട് ചേച്ചിയെ കാണാം എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി. ആ നിമിഷം അവൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാനതങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഈ ഒരു കഥയുടെ 3-ാം ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താണ് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.